ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലവാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലവാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലും തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലും തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി കണ്ടു. മന്മരാതികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലവാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലവാടി ഗ്ലോറിയ.
സൃഷ്ടാവായ ദൈവം ചരിത്രത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച മഹാസംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി പാലസ്തീൻ പശ്ചാത്തലത്തിലെ നേർക്കാഴ്ചകളെ കോർത്തിണക്കിക്കൊണ്ട് യഹൂദ്യ പട്ടണത്തിലുള്ള ബെത്ലഹേം എന്ന ചെറുഗ്രാമത്തിൽ സകല മനുഷ്യർക്കും പ്രത്യാശയേകിക്കൊണ്ട് മനുഷ്യാവതാരം ചെയ്ത ഉണ്ണീശോയുടെ തിരുജനനത്തിന്റെ ദൃശ്യാവിഷ്കരണവുമായി ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു തിരുപ്പിറവി. ശേഷം മാനവരക്ഷയ്ക്കായി സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചതുപോലെ സൈന്യവ്യൂഹങ്ങളുടെ അകമ്പടി സേവിക്കുന്ന ഒരു ചക്രവർത്തി ആയിരുന്നില്ല, മറിച്ച് ലോകത്തിലേക്ക് വെളിച്ചമായി വന്നവൻ. BC 8-ാം നൂറ്റാണ്ടിൽ ബാബിലോൺ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് മശിഹ പ്രതീക്ഷയുടെ പൊന്നാമ്പുകളുമായി യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു: ദാവീദ് ഗൃഹമേ കേൾക്കുവിൻ, മനുഷ്യനെ മുഷിപ്പിക്കുന്നത് പോരാട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന പേർ വിളിക്കും. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കും. ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയായി. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി വചനം ജഡമായി തീർന്നു. ദൈവം തന്ന തന്റെ ഉമ്മി, തന്റെ പൊന്നോമന പുത്രൻ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുത്തട്ടിയിൽ കിടത്തി പുറത്ത് തണുത്ത കാറ്റ് മുഖത്തടിച്ചിട്ട് കുഞ്ഞ് കരയുന്നു. അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത്, വാവേ കുഞ്ഞി കരയില്ലേ? അതെ, നിങ്ങൾക്ക് കാണണ്ടേ ആ ഉണ്ണിയെ? വരൂ, നമുക്ക് പോകാം ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ആ ഉണ്ണിയെ കാണാൻ. കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. പുതിയ മനുഷ്യന്റെ ചരിത്രം ഇവിടെ ആരംഭിക്കുന്നു. നിത്യകന്യകയായി ജീവിച്ച് മരിക്കണമെന്ന് ഒരേ ഒരു സ്വപ്നവുമായി സെഖര്യാവ് പുരോഹിതന്റെ കൈപിടിച്ച് ദേവാലയ വാതിൽ കടന്നുപോയ അവൾ അറിഞ്ഞിരുന്നില്ല, മാനവും അഭിമാനവും സൽപ്പേരും ദൈവപുത്രന് വേണ്ടി പണയപ്പെടുത്തേണ്ടി വരുമെന്ന്. സൃഷ്ടികർമ്മത്തിന്റെ തുടർച്ചയും ദൈവം മനുഷ്യകുലത്തോട് ഇടപെടാൻ അവളെ തിരഞ്ഞെടുത്തപ്പോഴും കാലിത്തൊഴുത്തിലെ ഒരു കച്ചിത്തുരുമ്പിനോട് തന്റെ അഹന്തയെ ഉപമിക്കാൻ അവൾ മറന്നില്ല. ചാരിത്രത്തെ ചോദ്യം ചെയ്യുന്ന കണ്ണുകളുമായി ലോകം അവളെ ഉറ്റുനോക്കുമ്പോഴും അവളുടെ മനസ്സ് തന്റെ ഹൃദയത്തെ പിളർക്കുന്ന ആ ഒരു വാളിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു. കാരണം അവൾ ഒരു യഹൂദ പെൺകുടിയായിരുന്നില്ല, വിശുദ്ധ കന്യക മറിയം. പ്രാർത്ഥനയും ഉപവാസവുമായി ഇനി എത്ര നാൾ കൂടെ കാത്തിരിക്കണം? എന്റെ കർത്താവെ, പുത്ര സൗഭാഗ്യമില്ലാത്തവനെന്ന് മുദ്രകുത്തി ജെറുസലേം ദേവാലയത്തിൽ കയറുവാൻ എന്നെ വിലക്കിയത് നിന്റെ ദൈവമാണ്. ദൈവത്താൽ വെറുക്കപ്പെട്ടവനെന്ന് കൂട്ടുകാരും വീട്ടുകാരും കളിയാക്കി വിളിക്കുന്നത് കേൾക്കാൻ ഇനിയും എന്തിനാണ് ഈ ജന്മം? കർത്താവിനെതിരെ വെറുക്കുന്നത് നിർത്തു. ഒരു പൊടിക്ക് സമമായ മനുഷ്യജന്മത്തിന് വേണ്ടതെന്തെന്ന് അവിടത്തേക്ക് നന്നായി അറിയാം. എല്ലാവരുടെയും ആത്മതുപ്പും സഹിച്ച് എനിക്ക് ഇനിയും ജീവിക്കാനാവില്ലെന്ന കുറുക്കന്മാരും കഴുകന്മാരും പരിഹരിക്കുന്ന മരുഭൂമി തന്നെ എനിക്ക് ശരണം. ശീതളം മരങ്ങളും പൂവണിഞ്ഞ ഫലങ്ങൾ നൽകുന്നു. പക്ഷിമൃഗാദികൾ പെറ്റുവരുന്നു. ബന്ധുജനങ്ങളും കൂട്ടുകാരും അവരുടെ ഭവനങ്ങൾ സന്താനങ്ങളുമായി സമർത്ഥമായി വസിക്കുന്നു. എന്നെയും യോവാക്കിനെ നീ ഉപേക്ഷിച്ചു കർത്താവേ. അന്ന, ദൈവം നിന്നെ മറന്നിട്ടില്ല. നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും.
അങ്ങനെ യോവാക്കീമിനും അന്നയ്ക്കും സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ ദൈവം നൽകി. അവർ അവൾക്ക് മറിയ എന്ന് പേരിട്ടു. അവൾ എല്ലാവരോടും സ്നേഹവും ദയയുമുള്ളവളായി വളർന്നു. യഹൂദയുടെ അതിർത്തികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഹെരോദയാസ്, അന്തിപ്പാസിന്റെ പിതാമഹൻ ഹെരോദയാസ് ചക്രവർത്തി ഈ മകന്റെ നൃത്തം കണ്ട് ക്ഷീണിച്ചു. ആരിത് എന്നെ കൊല്ലുന്നത്? പിതാവ് എന്തിനാണ് ഭയക്കുന്നത്? സ്വന്തം മകനോട് ഇനിയെങ്കിലും പറഞ്ഞുകൂടെ? താനും തണലുമായി ഈ അന്തിപ്പാസ് മകനായുള്ളപ്പോൾ ഹെരോദയാസ് ചക്രവർത്തി എന്തിനു ഭയക്കുന്നു? അന്തിപ്പാസ് ചക്രവർത്തി എന്ന് സ്വയം അഭിമാനിക്കാമെന്നേ ഉള്ളൂ. റോമൻ ആധിപത്യത്തിന്റെ കളിപ്പാവകൾ മാത്രമാണ് നമ്മൾ. ഈ ലോകത്തിന്റെ അധികാരികളുടെ അന്ത്യം എന്റെ ഉൾക്കണ്ണുകളെ ആക്രമിക്കുന്നു. ഈശായുടെ കുട്ടിയിൽ നിന്ന് ഒരു മുള കിളുത്തു വരുന്നതും അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിമുളയ്ക്കുന്നതും ഞാൻ കാണുന്നു. ഈ വാളിന്റെ മുൻപിൽ അറ്റുവീഴുന്ന വേരുകൾ മാത്രമേ ഈ പാലസ്തീൻ അതിർത്തിയിലുള്ളൂ പിതാവേ. അല്ല മകനെ, നിനക്ക് തെറ്റി. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഈ ആത്മാവാണ് ലോകത്തിൻ്റെ അധികാരങ്ങളെ തൂത്തെറിയുകയും സിംഹാസനങ്ങളെ മറിച്ചിടുകയും ചെയ്യുന്നത്. അവൻ അടുത്തെത്തിക്കഴിഞ്ഞു. മരണം 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 സമീപിച്ചിരിക്കുന്നു. ആരെന്ന് പറഞ്ഞാലും പിതാവേ, നാം യുദ്ധം പ്രഖ്യാപിക്കാം. ഏത് നാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ നാം അന്വേഷിക്കാം. എത്ര ചിന്തിച്ചിട്ടും ഒരെത്തും പിടിയുമില്ല മകനെ. കാലപ്രയാണത്തെ നിശ്ചലമാക്കുന്ന സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഒരേ ഒരു വഴിയാണ് ഞാൻ കാണുന്നത്. ജ്ഞാനികളെ വിളിച്ചു വരുത്തുക. ഏകദേശം കാലവും അവൻ ജനിക്കുവാൻ സാധ്യതയുള്ള സമയവും കണക്കാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുക. ഞാൻ ആ സമയത്ത് ജീവിച്ചിരിക്കില്ലെങ്കിൽ അത് നീ തന്നെ ചെയ്തു കൊള്ളണം മകനെ. ജെറുസലേം കേന്ദ്രമാക്കി പാലസ്തീൻ മുഴുവൻ റോമൻ ആധിപത്യത്തിന്റെ കീഴിൽ കഴിഞ്ഞിരുന്ന കാലം. ചരിത്രം വഴിമാറി ഒഴുകുന്നത് യഹൂദ്യ പട്ടണത്തിനടുത്തുള്ള ബെത്ലഹേം എന്ന ഈ ചെറു ഗ്രാമത്തിൽ നിന്നാണ്. അമ്മേ, നമ്മൾ എന്തിനാണ് ഈ ചടങ്ങിന് വന്നിരിക്കുന്നത്? മറിയം, നിനക്ക് 14 വയസ്സായിരിക്കുന്നു. നമുക്കാണെങ്കിൽ പ്രായമേറെ വന്നിരിക്കുന്നു. നിന്നെ വിവാഹം കഴിച്ചയച്ചാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ മരിക്കാൻ സാധിക്കൂ. അമ്മേ, ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചതാണ് എൻ്റെ ജീവിതമെന്ന് നിങ്ങൾക്കറിയില്ലേ? എനിക്ക് വിവാഹം വേണ്ട. കുഞ്ഞെ, ദൈവത്തിന്റെ ഇഷ്ടം ഇപ്പോൾ നിന്റെ അനുസരണമാണ്. നിങ്ങളുടെ തീരുമാനവും ദൈവത്തിന്റെ ഇഷ്ടവും അങ്ങനെയാണെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്കില്ല. പക്ഷേ ഇത്രയും യുവാക്കളിൽ നിന്നും എൻ്റെ പങ്കാളിയെ ഞാൻ എങ്ങനെ അറിയും? നീ അവരെയെല്ലാം സൂക്ഷിച്ചു നോക്കുക. അവരുടെ എല്ലാം കയ്യിലിരിക്കുന്ന വടി നീ കാണുന്നില്ലേ? എനിക്ക് കാണാം.
അവർ എന്തിനാണ് വഴിപിടിച്ചിരിക്കുന്നത്? സൂക്ഷിച്ചു നോക്കുക. നിനക്കുള്ള ഭർത്താവിനെ ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. നിന്റെ പേരെന്താണ്? യൂസഫ്. എന്താണ് ജോലി? മരപ്പണി. നമ്മുടെ സ്വന്തം മറിയത്തെ വിവാഹം ചെയ്യാൻ നീ തയ്യാറാണോ? ഞാൻ ദൈവഹിതം സ്വീകരിക്കും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്വീകരിച്ചിരിക്കുന്നതിനാൽ ഇതിന് ഒരു ഉടമ്പടി ഉണ്ടാക്കണം. വിവാഹം നമുക്ക് 12 മാസം കഴിഞ്ഞ് നടത്താം. അങ്ങനെ വിവാഹ നിശ്ചയത്തിന് ശേഷം അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് യോസെഫ് യാത്രയായി. ഹെരോദിയാസ് രാജാവിന്റെ കാലഘട്ടത്താണ് യഹൂദിയിലെ ബെത്ലഹേമിൽ ഉണ്ണി ഈശോ ജനിക്കുന്നത്. അതായത് വിവാഹത്തിന് മുൻപ്. ഗബ്രിയേൽ ദൂതൻ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയായിരുന്ന മറിയയ്ക്ക് പ്രത്യക്ഷനായി. കൃപ ലഭിച്ചവരെ നിനക്ക് വന്നു. കർത്താവ് നിന്നോട് കൂടെ. മറിയമേ, ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കും. അവൻ വലിയവൻ, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലവിലും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. മന്ധ്യ എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഉടനെ മറിയ എഴുന്നേറ്റ് യഹൂദ്യ പട്ടണത്തിൽ എലിശബത്തിന്റെ വീട്ടിൽ യാത്രയായി. എലിസബത്ത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന്? നിന്റെ വന്ദന സ്വരം എന്റെ ചെവികളിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അങ്ങനെ മറിയ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവൾ കൂടി വരും മുൻപ് തന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഇത് അറിഞ്ഞ യോസേഫ് താൻ നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായത് കൊണ്ടും മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസേഫേ,
അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. അവന് നീ യേശു എന്ന് പേരിടണം. അങ്ങനെ യോസേഫ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ മറിയയെ ചേർത്തുകൊണ്ടു. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തപ്പെടേണ്ടതിന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ഏതാനും നാളുകൾക്ക് ശേഷം നസ്രേത്തിൽ നിന്നും യഹൂദിയയിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അവിടെ ഇരിക്കെ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. എനിക്ക് വയ്യ ജോസഫ്, ഇനി ഒരടി നടക്കാൻ പോലും എനിക്കാവില്ല ജോസഫ്. ഞാൻ സ്ഥലം കണ്ടുപിടിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു ഇടം നൽകിയാൽ എന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കുന്ന സമയം നൽകി. ഇല്ല, നിങ്ങൾ വേറെന്തെങ്കിലും അന്വേഷിക്കും. അവസാനം അവർ ഒരു പുൽത്തൊഴുത്തിൽ എത്തിച്ചേരുന്നു. രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു ഇടയന്മാർ വെളിയിൽ പാർത്തിരുന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തി. കിഴക്ക് നിന്ന് നക്ഷത്രം കണ്ട് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. എന്തെങ്കിലും സൂചനകൾ? ഏതു വംശം, ഏതു പട്ടണം? നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കും. കണ്ടെത്തിയാൽ എനിക്ക് ചെന്ന് അവനെ ആരാധിക്കണം. കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. ശാസ്ത്രിമാരും നാട്ടിടയരും പൈതലെ കാണാൻ പുൽക്കൂട്ടിലെത്തി. കാഴ്ചകൾ വെച്ചു അവർ നാഥന്റെ മുൻപിൽ പൊന്നുമീറക്കൊണ്ടിരിക്കും. കാഴ്ചകൾ വെച്ചു അവർ നാഥന്റെ മുൻപിൽ പൊന്നുമീറക്കൊണ്ടിരിക്കും.
ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു
സുതനെ തേടി ഇടയൻ മാറുമല്ലോ. അവർ ആലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ ആലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മറിയാസുതനായി പുൽക്കൂട്ടി വരും മിശിഹാനാഥനെ കണ്ടു. മറിയാസുതനായി പുൽക്കൂട്ടി വരും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നു, ദൂരെ ദൂരെ നിന്നു മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ കുയിലുകൾ. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ കുയിലുകൾ. നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥന് വാഴ്ത്തിപ്പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങിരുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങിരുന്നു. മാനവീതികൾ സ്തുതിഗീതങ്ങൾ പാടി. മാനവീതികൾ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും, ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാനവീതികൾ സ്തുതിഗീതങ്ങൾ പാടി. മാനവീതികൾ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lame, misfortune seemed his luck. We got into a drifted bank, and then we got upset. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh.
Blow it while you're young. Take the girls tonight and sing the sleighing song.